എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഇനി നടക്കാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ രാജ്യം ഭരിക്കുന്ന പാർട്ടിയെ BJP ഒരു നിർണായക ശക്തിയാകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. BJP സംബന്ധിച്ചിടത്തോളം കേരളം, തമിഴ്നാട്, ബംഗാൾ ഈ 3 സംസ്ഥാനങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും വിജയക്കൊടി പാറിച്ചൊരു പാർട്ടിയാണ്. അപ്പോൾ ഇനി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ BJP ഭരണത്തിൽ വരുമെന്ന് അവർ വളരെയധികം കോൺഫിഡൻസ് ഉണ്ട് അവർക്ക്. അതായത് മമതാ ബാനർജി സമസ്ത മേഖലയിലും പരാജയമാണ്. അമിത മുസ്ലിം പ്രീണനം കാരണം അവിടുത്തെ ജനങ്ങൾ പൂർത്തിമുട്ടിയിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങൾ BJP അധികാരത്തിൽ ഏറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ് ബംഗാളിൽ. അപ്പോൾ ബംഗാൾ എന്തായാലും BJP പിടിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇനി തമിഴ്നാട്ടിലും കേരളത്തിലോട്ടും വരികയാണെങ്കിൽ ഈ 2 സംസ്ഥാനങ്ങളും BJPക്ക് ഭരണത്തിലെത്താൻ പറ്റില്ല. പക്ഷേ ഭരണം തീരുമാനിക്കുന്നത്, അതായത് ഈ 2 ഇവിടെയും ഒരു തൂക്ക് സഭയാണ് BJP എക്സ്പെക്ട് ചെയ്യുന്നത്. കേരളത്തിലടക്കം ഒരു തൂക്ക് സഭയാണ് BJP എക്സ്പെക്ട് ചെയ്യുന്നത്. അതാ പറയുന്നത്, ഈ 2 സംസ്ഥാനങ്ങളും BJP ഭരണത്തിൽ പങ്കാളികളാകുകയോ ഭരണം തീരുമാനിക്കുന്ന തരത്തിലേക്കോ മാറുന്ന ഒരവസ്ഥ ഉണ്ടാക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പല ടാക്ടിക്സിലും പ്രത്യേകിച്ച് കേരളത്തിൽ BJP നടപ്പിലാക്കാൻ പോവുകയാണ്. അതായത് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നോർത്ത് ഇന്ത്യയിൽ സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തൊരു കാര്യം കേരളത്തിലും BJP ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവാണ്. അതായത് ഇപ്പോൾ ഇവിടെ തന്നെ എന്താണ്, കഴിഞ്ഞ 10 വർഷമായിട്ട് പിണറായി വിജയൻ സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് പാർട്ടിക്കാർക്ക് വേണ്ടി മാത്രം, ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. പാർട്ടിക്കാർക്കും പാർട്ടിക്കാരുടെ കുടുംബങ്ങൾക്കും അവരുടെ ഭാര്യമാർക്കും നേതാക്കന്മാരുടെ ഭാര്യമാർക്കും വേണ്ടി മാത്രമാണ് പിണറായി വിജയൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ എങ്ങനെ തുടർഭരണം കിട്ടി എന്നത് ഇപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അത് പല ആൾക്കാരും, ഇപ്പോൾ പൊളിറ്റിക്കൽ അനലിസ്റ്റുകളും പറയുന്ന കുറച്ച് വോട്ട് BJPയുടെ വോട്ട്, അതായത് കോൺഗ്രസ് അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി കുറച്ച് BJP വോട്ട് പിണറായി വിജയന് നൽകി. അതാണ് 2ാം തവണയും, അതായത് 2021 പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരാൻ കാരണമെന്നാണ് ചില ആൾക്കാർ പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ഇപ്പോൾ വലിയൊരു ആംബിയൻസ് ഉണ്ട് കേരളത്തിൽ. UDF അധികാരത്തിൽ വരുമെന്ന്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ജനങ്ങൾക്ക് പിണറായി വിജയനെ മടുത്തെന്ന് വെച്ചാൽ അത്തരത്തിൽ വെറുത്തുപോയി. എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങി തന്നാൽ മതി എന്ന രീതിയിലായി കാര്യങ്ങൾ. അത്രത്തോളം സഖാക്കളുടെ ധാർഷ്ട്യം, അഴിമതി, അതായത് രക്തസാക്ഷികളെ പാർട്ടി തന്നെ ഉണ്ടാക്കുന്നു, അവർക്ക് വേണ്ടി ഫണ്ട് വിരിക്കുന്നു, അത് പുട്ടടിക്കുന്നു, റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഗൾഫ് രാജ്യങ്ങളിൽ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. സഖാക്കന്മാർ പോയ പോക്ക് കണ്ടാവും. അപ്പോൾ അത്തരത്തിൽ എല്ലാ പാർട്ടിക്കാർ പോലും വെറുത്തുപോയി. നിങ്ങളിപ്പോൾ ഒരു പാർട്ടി ഗ്രാമത്തിൽ ചെന്നിട്ട് അതായത് കണ്ണൂരിലെ സഖാക്കളും, എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് കണ്ണൂരൊക്കെ, അവരൊക്കെ പറയുന്നത് എന്താണെന്ന് പറയാം, കട്ട സഖാക്കളാണ്. അവന്മാരൊക്കെ ഇപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ ഇനി ഭരണം വേണ്ട, തുടർ ഭരണം വേണ്ട, ഇനി ഭരണം കിട്ടിക്കഴിഞ്ഞാൽ പാർട്ടി ഇവിടെ ഉണ്ടാകില്ല എന്നാണ് അവരടക്കം പറയുന്നത്. അപ്പോൾ അത്രത്തോളം അതപ്പതിച്ചു പോയി പാർട്ടിയുടെ. അപ്പോൾ ഇവിടെ തന്നെ സഖാക്കന്മാരെന്നെ CPM ഭരണത്തിന് താഴെ ഇറക്കാൻ ഇങ്ങനെ വെമ്പൽ കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ മീഡിയകളൊക്കെ എന്താ പറയുക, കോൺഗ്രസിന് വേണ്ടി ബാറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ അതായത് കോൺഗ്രസ് അധികാരത്തിൽ വരുന്നത് ഏഷ്യാനെറ്റൊക്കെ അതായത് എക്സ്ട്രാ വേഴ്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കോൺഗ്രസിന് അധികാരത്തിൽ ഏറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു നറേറ്റീവ് സൃഷ്ടിക്കുന്നു കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന്. അപ്പോൾ ഇവിടെ എന്താണ് പ്രശ്നം, എന്താണ്? അപ്പോൾ പൊടുന്നനെ CPM ട്രാക്ക് മാറ്റി പിടിച്ചു. അതായത് കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയ ആയിരിക്കും ഡ്രൈവിംഗ് സീറ്റിൽ, കേരളം സിറിയാവുന്നൊക്കെയാണ്. അതായത് BJP പോലും പറയാൻ മേടിച്ച കാര്യങ്ങൾ ഇപ്പോൾ CPM നേതാക്കന്മാർ പറയുന്നു. സത്യം തന്നെയാണ്. അപ്പോൾ BJP ഇവിടെ വലിയൊരു പ്ലെയറായി മാറിയിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മുൻകാലങ്ങളിൽ കപ്പിനും ചുണ്ടിനും ഇടയിൽ BJPക്ക് ഒരുപാട് സീറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് BJP ഒരു വിജയ സാധ്യതയുള്ള പാർട്ടി അല്ലായിരുന്നു കുറച്ച് കാലം മുന്നേ കേരളത്തിൽ. ഇപ്പോൾ ചിത്രം എല്ലാം മാറി. അത് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ച പിന്നെ കേരളത്തിൽ മൊത്തത്തിലൊരു ചിത്രം എന്താണെന്ന് വെച്ചാൽ BJP ഒരു വിന്നിംഗ് പാർട്ടിയാണ്. BJPക്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ, ഭരണം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പല മാറ്റങ്ങളും ഞങ്ങൾക്ക് ഉണ്ടാകും. ജനങ്ങൾക്ക് നല്ല ഉപകാരപ്രദമായ പല സ്കീമുകളും അവർ കൊണ്ടുവരും. അപ്പോൾ ഉദാഹരണത്തിന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെ VV രാജേഷ് എന്ന മേയർ അവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത്. അതായത് ഈ ഇത്രയും വർഷമായിട്ട്, കഴിഞ്ഞ 19 വർഷമായി LDF ഭരിക്കുന്ന ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം. അത്രയും കാലം ഇല്ലാത്ത പല കാര്യങ്ങളും പദ്ധതികളും ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ VV രാജേഷ് അവിടെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. ജനങ്ങൾക്ക് മനസ്സിലായി BJPക്ക് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ, BJP ജനപ്രതിനിധികളായി വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലെ മാറ്റങ്ങളും ഗുണങ്ങളും ജനങ്ങൾക്ക് ഉണ്ടാകും തിരിച്ചറിയുന്നു. ആ ഒരു തിരിച്ചറിവ് വലിയ രീതിയിൽ നേരത്തെ ഞാൻ പറയാൻ വരും, കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ട പല സീറ്റുകളും ഇപ്പോഴത്തെ BJP കിട്ടും. അതായത് BJP ആഗ്രഹിക്കുന്നത് വെച്ചാൽ ഒരു 10 സീറ്റ്, അതായത് നമ്മളിപ്പോൾ മീഡിയകളിലേക്കും സോഷ്യൽ മീഡിയയിലൊക്കെ കാണും 10, 40, 45 സീറ്റുകളൊക്കെ BJP പിടിക്കുന്നു. അപ്പോൾ റിയാലിറ്റി നോക്കുകയാണെങ്കിൽ ഒരു 10 സീറ്റെങ്കിലും BJP കിട്ടുന്നില്ല കാര്യത്തിൽ, ഒന്ന് ആഞ്ഞു പിടിച്ചാൽ കിട്ടുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ കേരള രാഷ്ട്രീയം തകിടം മറിയും. അതായത് ചെറിയ വ്യത്യാസം, അതായത് LDFും UDFും തമ്മിൽ ഈ വരുന്ന ഇലക്ഷനിൽ വലിയ സീറ്റ് ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. അവിടെ BJPക്ക് ഒരു 10 സീറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഒരു തൂക്ക് സഭ വരും. അപ്പോഴും BJP തീരുമാനിക്കും ആര് ഭരിക്കണമെന്ന്. നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ബംഗാൾ ഓൾറെഡി BJP ഭരണം പിടിക്കുന്ന ഒരു അവസ്ഥയാണ്. തമിഴ്നാടും കേരളത്തിലും അതായത് ആര് അവർ ഭരണം നിയന്ത്രിക്കുന്ന തരത്തിലോ ഭരണത്തിൻ്റെ ഭാഗമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കാനാണ് അവർ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇപ്പോൾ ഇവിടെ 140 അസംബ്ലി മണ്ഡലങ്ങളുണ്ട്. ഈ BJP നോക്കുകയാണെങ്കിൽ ഏകദേശം കഴിഞ്ഞ ഒരു പാർലമെൻറ്റ് ഇലക്ഷൻ്റെയും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 20ഓളം മണ്ഡലങ്ങളൊന്ന് ആഞ്ഞു പിടിച്ച് കഴിഞ്ഞാൽ BJPക്ക് പിടിക്കാൻ പറ്റും. പക്ഷേ അവിടെ ക്രോസ് വോട്ടിംഗ് ഉണ്ടാകാൻ പാടില്ല. അത് BJP പരാജയപ്പെടുത്താൻ വേണ്ടി ഈ CPM അങ്ങോട്ടും കോൺഗ്രസ് ഇങ്ങോട്ടൊക്കെ മാറ്റി കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനെ മറികടക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം BJP കാഴ്ചവെച്ചാൽ ഒരു 20 സീറ്റൊക്കെ ഇങ്ങനെ പോരുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ BJP ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു 25 സീറ്റ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് BJP പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ 25 സീറ്റിലും പിടിക്കാൻ തക്ക രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ BJP ഇവിടെ നോർത്തിൽ പയറ്റിയ ഒരു സക്സസ്ഫുൾ ആയിട്ടൊരു ഫോർമുല കേരളത്തിലോട്ടും കൊണ്ടുവരാൻ പോവാണ്. അതായത് ഇപ്പോൾ പൊതുവേ CPM പറഞ്ഞെന്താണ്, ഈ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ഇവിടെ നിയന്ത്രിക്കുന്നത്. അത് ശരിക്കും സത്യമാണ്. സത്യം എന്ന് വെച്ചാൽ പച്ചയായ സത്യമാണ്. നമുക്കൊരു ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ആരാണ്? ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ നമ്മൾ ബംഗ്ലാദേശിൽ കണ്ടു. ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമി ആദ്യം തന്നെ അവിടുത്തെ സ്റ്റുഡൻറ്റ് ഓർഗനൈസേഷൻ ഒരുപാട് സ്റ്റുഡൻസിനെ ഇറക്കി വിട്ടു. ഈ സ്റ്റുഡൻസ് ആദ്യം ഈ വലിയ രീതിയിൽ പ്രക്ഷോഭം സംഘടിപ്പിച്ചപ്പോൾ മീഡിയയൊക്കെ ഏറ്റെടുത്തു. അവിടുത്തെ നവോത്ഥാന നായകന്മാരൊക്കെ അതിന് പിന്തുണ കൊടുത്തു, മാധ്യമങ്ങളെ സപ്പോർട്ട് കൊടുത്തു. അതിനുശേഷമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച യഥാർത്ഥ ജമാഅത്തെ ഇസ്ലാമി സമരം ഏറ്റെടുക്കുകയും വലിയ രീതിയിലുള്ള ഹിന്ദു കൂട്ടക്കൊലയാണ് ഇവിടെ നടത്തിയത് അവർ. അപ്പോൾ അവരുടെ ആശയം തന്നെ, ജമാഅത്തെ ഇസ്ലാമി ആശയം തന്നെ ഒരു ശരിയായ ലോ കൊണ്ടുവരിക, അത് പക്കാ മതനിയമം, ഒരു മതരാഷ്ട്രം സ്ഥാപിക്കുക, ഇതാണ് അവരുടെ ആവശ്യം. അതേ ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ് കേരളത്തിലും പ്രവർത്തിക്കുന്നത്. അവർക്കിവിടെ വലിയ രീതിയിലുള്ള മതേതര മുഖമൂടി അണിഞ്ഞിട്ട് ഇപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കിങ്ങനെ പുട്ടിയൊക്കെ അടിച്ചിട്ട് ചില മീഡിയകളൊക്കെ ഇപ്പം മുന്നിലോട്ട് നിർത്തിയിട്ടുണ്ട്. ആ ഒരു മുഖമൂടിയാണ് വെള്ളാപ്പള്ളി നടേശനും പിണറായി വിജയൻ്റെ പാർട്ടിയൊക്കെ ചേർന്ന് അഴിച്ചു വിട്ടത്. അപ്പോൾ ഇപ്പോൾ ഒരു മൊത്തത്തിലൊരു ചിത്രത്തിൽ ചെറിയൊരു മാറ്റം വന്നിരിക്കുന്നത്. നേരത്തെ ഒരു അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്ന UDFന് ഈ ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗിനൊക്കെ വിഷയം വലിച്ചിട്ടപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ബാക്ക് ഫുട്ടിലായി ഇവർ UDFും മുസ്ലിം ലീഗൊക്കെ. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ വേണ്ടി BJP, അതായത് മുസ്ലിം ലീഗിന് അപ്പർ ഹാൻഡുള്ള അവർക്ക് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ BJP ചിലപ്പോൾ അവരുടെ സ്ഥാനാർത്ഥിയെ നിർത്തില്ല എന്നുള്ളൊരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഒരു മുസ്ലിം ലീഗുകാരൻ പോലും, അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം പേര് നടക്കുന്ന ഒരു മുസ്ലിം ലീഗുകാരനും പോലും നിയമസഭയിൽ ഉണ്ടാകാൻ പാടില്ല. നിയമത്തിൻ്റെ, അതായത് ഭരണചക്രത്തിൻ്റെ ഭാഗമാകാൻ പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു തീവ്ര ആശയമുള്ള ആൾക്കാരൊക്കെ ഭരണത്തിൻ്റെ പങ്കാളികളായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് രാജ്യസുരക്ഷയ്ക്ക് തന്നെ വലിയ ഭീഷണിയാവും. അതായത് നമുക്കറിയാം, ഇവിടെ തന്നെ ഇപ്പം CPM ഭരിക്കുമ്പോൾ പോലും പോലീസിൽ പോലും പച്ചവെളിച്ചം എന്ന് പറഞ്ഞ എഴുതുന്നുണ്ട്. അത് സുഡാപ്പികളുടെ ഒരു പച്ചവെളിച്ചം എന്ന് പറയുന്ന ഒരു വിങ് തന്നെയുണ്ട്. അവരെന്താ ചെയ്യുന്നത്, ഇവിടെ നടക്കുന്ന പല ഓപ്പറേഷൻസും NIA പോലും കേരള പോലീസിനെ പോലും അറിയിച്ചില്ല. അതായത് 2022 ഈ STPI ബ്രാഞ്ചും അവരുടെ ലീഡേഴ്സിനെയൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ അവർ ഡൽഹിയിലെത്തിയതിനു ശേഷം ഡൽഹിയിലെത്തിയതിനു ശേഷമാണ് ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ പോലും അറിയുന്നത്. അതായത് എന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ചോർത്തിക്കളയും. അപ്പോൾ പോലീസിൽ തന്നെ അത്തരത്തിൽ പച്ചവെളിച്ചം ഉള്ള സ്ഥിതിക്ക് അപ്പോൾ ഭരണത്തിലും ഇത്തരം പച്ചവെളിച്ചം ആൾക്കാർ വന്ന എന്തായിരിക്കും അവസ്ഥ? അതായത് വലിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ചകൾ ഉണ്ടാകുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നമുക്ക് എങ്ങനെ ഇവർ വിശ്വസിക്കാൻ പറ്റും? അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ പല ഡാറ്റകളും പല ആൾക്കാർക്കും ചോർത്തി കൊടുത്താൽ എന്ത് ചെയ്യും? ഇപ്പോൾ നേരത്തെ പോലീസിൽ തന്നെ പല ആൾക്കാരും വിവരങ്ങൾ ഈ പച്ചവെളിച്ചം തീവ്രവാദ സംഘടനകൾക്ക്, നിരോധിത ഭീകര സംഘടന, പോപ്പുലർ ഫ്രണ്ടിനൊക്കെ ചോർത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ സമാനമായ സാഹചര്യം ഇവർ ഈ മുസ്ലിം ലീഗ് അടക്കമുള്ള ആൾക്കാർ ഭരണത്തിലെത്തിക്കഴിഞ്ഞാൽ സംഭവിക്കും. അതായത് അവരുടെ ആശയം തന്നെ കണ്ടില്ലേ, മതമാണ് പ്രശ്നം. അത് അവർ മതത്തിന് വേണ്ടി മാത്രമാണ്. ഈ KM ഷാജിക്ക് പറഞ്ഞില്ലേ, കഴിഞ്ഞ 10 വർഷമായി ഞങ്ങൾ ഭരണത്തിലില്ലാത്തത്. അപ്പോൾ ആ 10 വർഷം കിട്ടാത്ത പല ആനുകൂല്യങ്ങളും ഇനി നേടിയെടുക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി കോൺഗ്രസ് അടക്കം മുസ്ലിങ്ങൾക്ക് വേണ്ടി ഭരണം പിടിക്കണം എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് അത്രത്തോളം കാര്യങ്ങളുടെ ഗൗരവം അത്രത്തോളം ഉണ്ട്. അപ്പോൾ അവർ മതം നില തലക്ക് പിടിച്ച് നടക്കുന്ന ആൾക്കാർ. അതായത് ഇപ്പം കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് ആയാലും PFI ആയാലും STP ആയാലും INL ആയാലും ഏത് ടീമായാലും അവരുടെ ഒറ്റ ആശയം മാത്രമേ ഉള്ളൂ അവർക്ക്. ഇപ്പോൾ മതം എന്ന് പറഞ്ഞ് നടക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർ, ഈ തീവ്ര ചിന്താഗതിയിലുള്ള ആൾക്കാർ ഭരണചക്രത്തിൻ്റെ ഭാഗമാകുന്നത് ഒട്ടും ഭൂഷണമല്ല. അത് നമ്മുടെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അങ്ങനെ വരാതിരിക്കാനുള്ള സാധ്യതയുണ്ട്, കൂടുതലും വരാനുള്ള സാധ്യതയാണ്. നേരത്തെ പോലീസിലെ പച്ചവെളിച്ചം കേസ് പറഞ്ഞ മാതിരി. അപ്പോൾ ആ സവിശേഷമായ ഒരു സാഹചര്യത്തിൽ BJP ഈ UDF മുസ്ലിം ലീഗിന് അപ്പർ ഹാൻഡുള്ള, അവർ വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ BJP കാൻഡിഡേറ്റ്സ് നിർത്താതെ, അതായത് 2ാം സ്ഥാനത്തുള്ള ആൾക്കാർക്ക് വോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലീഗുകാരനും അവിടെ വരില്ല. അപ്പോൾ തന്മൂലം എന്താ ഉണ്ടാകുന്നത്, ലീഗിൻ്റെ അപ്രമാദിത്വം UDFൽ വരികയും ചെയ്യും. ഇൻ കേസ് ഒരു UDF അധികാരത്തിൽ വരികയാണെങ്കിൽ UDFന് അപ്രമാദിത്വം ഉണ്ടാവില്ല. അവരൊരു 10 MLA ആ റേഞ്ചിൽ നിർത്തണം. എന്നാൽ അവർക്ക് ഒരു ബാർഗൈനിങ് പവർ ഉണ്ടാകാൻ പാടില്ല. എന്നാൽ മാത്രമേ നാടിൻ്റെ സുരക്ഷയ്ക്കും അതിത്ര കാര്യങ്ങളൊക്കെ ഗുണകരമാവുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള സവിശേഷമായ ഒരു കാര്യം മുൻനിർത്തി ഈ ലീഗിന് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ BJP ഇത്തവണ സ്ഥാനാർത്ഥികളെ നിർത്താൻ സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. ഇത് സക്സസ്ഫുള്ളി നോർത്ത് ഇന്ത്യയിലേക്ക് പയറ്റിയൊരു തന്ത്രമാണ്. അങ്ങനെ പയറ്റിയിട്ട് തന്നെയാണ് അതായത് ഭാവിയിൽ BJP അവിടെ ഒരു വലിയൊരു ശക്തിയായി വന്നതും സമാനമായ ഒരു ഫോർമുല കേരളത്തിലും BJP അവതരിപ്പിക്കുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. അപ്പോൾ എന്തിനായാലും
കേരള രാഷ്ട്രീയം കലക്കി മറിക്കാൻ തന്നെ ബി ജെ പി. അതായത് ഫോക്കസ് പോയിന്റ് എന്താണെന്ന് പറയും, ഇത്തവണത്തെ 2026 നടക്കുന്ന കേരള നിയമസഭാ ഇലക്ഷൻ്റെ ഫോക്കസ് പോയിന്റ് ബി ജെ പി തന്നെയാണ്. ബി ജെ പി തീരുമാനിക്കും ആര് ജയിക്കണമെന്നും ആര് വരണമെന്ന്. അപ്പോൾ ഇവിടെ ഒരു ബി ജെ പി ഒരു 10 സീറ്റിൽ കേരളത്തിലെ ജനങ്ങൾ ബി ജെ പി കൊടുത്തു കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയം തകിടം മറിയും. ഈ രണ്ട് മുന്നണികൾ ആരധികാരത്തിൽ വന്നു കഴിഞ്ഞാലും അവരെ നിലക്ക് നിർത്താൻ പറ്റും ഈ 10 MLA-മാർക്ക്. ഞാൻ പറയട്ടെ, ഈ ഇത്തരം ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ അരങ്ങേറി. ഈ ശബരിമല കേരളത്തിൽ 10 ബി ജെ പി MLA-മാരുണ്ടെങ്കിൽ ശബരിമല പ്രക്ഷോഭം നടക്കും. ഇവിടെ ഇത്ര അഴിമതി നടക്കാൻ വിടുമോ? അതുകൊണ്ടാണ് ജനങ്ങൾ വിവേകപൂർവ്വം തീരുമാനിക്കുക ആര് ജയിപ്പിക്കണം, ആരെ തോൽപ്പിക്കണമെന്ന്. അപ്പോൾ ബി ജെ പി എന്തായാലും ഇവിടെ വലിയൊരു പ്ലെയർ ആയിക്കൊണ്ടിരിക്കുകയാണ്, പ്ലെയറാണ്. അപ്പോൾ നോർത്തിൽ വിജയിച്ച ഫോർമുല കേരളത്തിലോട്ടും കൊണ്ടുവരികയാണ്. നമുക്കതിനെ കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.